നമസ്തേ പറഞ്ഞാൽ തിരിച്ചും പറയണം. എന്താണ് നമസ്തേ? അല്ലെങ്കിൽ കൂപ്പുകൈയുടെ രഹസ്യത്തെപ്പറ്റി എന്താണ് നമുക്കറിയാം? എന്തൊക്കെ നമുക്കറിയാം? നാമെല്ലാം മറ്റുള്ളവരെ കാണുമ്പോൾ കൈകൾ കൂപ്പി നമസ്തേ എന്ന് അഭിവാദ്യം ചെയ്യാറുണ്ട്, ശരിയല്ലേ? നമസ്തേ എന്ന വാക്ക് 4 വാക്കുകൾ ചേർന്നുണ്ടായതാണ്. ന, മ, അസ്തു, തേ എന്ന 4 വാക്കുകൾ. ന എന്നാൽ അല്ല എന്നും, മ എന്നാൽ എനിക്ക് എന്നും, അസ്തു എന്നാൽ സ്വസ്തി എന്നും, തേ എന്നാൽ അങ്ങേക്ക് എന്നും അർത്ഥം. അതായത് നമസ്തേ എന്നാൽ എനിക്കല്ല അങ്ങേക്ക് സ്വസ്തി ഉണ്ടാകട്ടെ എന്നർത്ഥം. അതുകൊണ്ടാണ് ആരെങ്കിലും ഇങ്ങോട്ട് നമസ്തേ എന്ന് പറഞ്ഞാൽ തിരിച്ചും പറയണമെന്ന് പറയുന്നത്. പരസ്പരം കാണുന്നവരെല്ലാം ഇപ്രകാരം പറയുന്നത് എത്ര നല്ലതാണ് അല്ലേ? എല്ലാവരും തനിക്കല്ല മറ്റുള്ളവർക്ക് സ്വസ്തി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അതോടെ ലോകത്തിലെ പ്രശ്നങ്ങളെല്ലാവരും അവസാനിച്ചാൽ ശരിയല്ലേ? അതെ. മഹർഷിമാർ പരസ്പരം അഭിവാദ്യം ചെയ്യുമ്പോൾ നമസ്തേ എന്ന് മാത്രം പറയാതെ നമസ്തേസ്തു ബ്രഹ്മൻ സ്വസ്തിമേ അസ്തു എന്ന് പറയും. അർത്ഥം, അല്ലയോ ബ്രഹ്മൻ, എനിക്കല്ല അങ്ങേക്ക് സ്വസ്തി ഉണ്ടാകട്ടെ, എനിക്കും സ്വസ്തി ഉണ്ടാകട്ടെ. കൈകൂപ്പുന്നത് മാതാവിനെയാണെങ്കിൽ വയറിന് നേരെ പിടിച്ച് നമസ്തേ പറയണം. സമന്മാരെയും സുഹൃത്തുക്കളെയും ആണെങ്കിൽ നെഞ്ചിന് നേരെ പിടിച്ചും, ആചാര്യന്മാരെയും ഗുരുസമാനന്മാരെയും ആണെങ്കിൽ മുഖത്തിന് നേരെ പിടിച്ചും, ദേവന്മാരെയും രാജാക്കന്മാരെയും ആണെങ്കിൽ തലയ്ക്ക് മുകളിൽ പിടിച്ചും വേണമെന്ന് പറയപ്പെടുന്നു. ക്ഷേത്രസന്നിധിയിൽ സാഷ്ടാംഗം പ്രണയം വെച്ച് ദേവപാദങ്ങൾക്ക് നേരെ കൈകൂപ്പുകയും ആവാം. ഇതാണ് നമസ്തേ എന്ന് പറഞ്ഞാൽ തിരിച്ചും പറയണം എന്നതിൻ്റെ അർത്ഥം. ഓക്കെ, ശരി. എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നു, ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ശരി.